വാഹനാപകടത്തിൽ വാഹനമിടിച്ച് തലശ്ശേരി സ്വദേശി പുത്തലത്ത് ബേബി മരിക്കുകയും ചെറുമകളായ 9 വയസ്സുകാരി തൃഷാന ഗുരുതരമായി പരിക്കേറ്റ് കോമയിലാവുകയും ചെയ്ത സംഭവത്തിൽ ഇടിച്ചിട്ട കാർ അന്വേഷിച്ച് പോലീസ് ഒരുപാട് നടന്നു. ഇപ്പോഴാണ് കാർ കണ്ടെത്തുന്നത്. കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജാണ് കാർ കണ്ടെത്തിയ വിവരം അറിയിച്ചത്. അപകട ദിവസം തലശ്ശേരി ഭാഗത്തേക്ക് പോയ മാരുതി സ്വിഫ്റ്റ് കാർ പിടിച്ചെടുത്തെന്നും വാഹനമോടിച്ചിരുന്ന RC ഉടമ പുറമേരി സ്വദേശി ഷജീർ വിദേശത്തേക്ക് കടന്നതായും SP വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കാറും ഉടമയായ തന്നെയും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് വിദേശത്തേക്ക് കടന്നത്. അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കുകയായിരുന്നു. അപകടം നടന്ന ശേഷം പിടിക്കപ്പെടുമെന്ന് കരുതി സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടതാണെന്നും പിന്നീട് കാറ് പിടിക്കപ്പെടാതിരിക്കാൻ കാറിന് രൂപമാറ്റം വരുത്തിയെന്നും റൂറൽ SP പറഞ്ഞു. അന്ന് പോലീസിന് ലഭിച്ച ദൃശ്യങ്ങളിലുള്ള വെള്ള സ്വിഫ്റ്റ് കാറിന് സമാനമായ വാഹനം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതുതന്നെയാണ് അപകടമുണ്ടാക്കിയ ആ സ്വിഫ്റ്റ് കാറെന്നാണ് വ്യക്തമായത്. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. ഈ വർഷം ഫെബ്രുവരി 17 രാത്രി വടകരയ്ക്ക് സമീപം ചോറോഡ് അമൃതാനന്ദമയി മഠം സ്റ്റോപ്പിലാണ് അപകടമുണ്ടായത്. രാത്രി 9 മണിയോടെ ചോറോഡിലെ ബന്ധുവീട്ടിലേക്ക് പോകാനായി ബസ്സിറങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് വെള്ള നിറത്തിലുള്ള കാർ ഇരുവരെയും ഇടിച്ച് തെറിപ്പിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു. ആശുപത്രിയിലെത്തിക്കുമ്പോഴേക്കും ബേബി മരിച്ചിരുന്നു. തൃഷാന അബോധാവസ്ഥയിൽ ഏറെ നാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കണ്ണൂർ മേലെചൊവ്വ വടക്കൻ കോവിൽ സുധീറിൻ്റെയും സ്മിതയുടെയും മകളാണ് തൃഷാന. അപകടം നടന്ന ശേഷം പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും തെളിവൊന്നും കിട്ടിയിരുന്നില്ല. പിന്നീട് അന്വേഷണത്തിൽ പുരോഗതിയൊന്നും ഉണ്ടായിട്ടുമില്ല. ഇതോടെ ബന്ധുക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. തുടർന്നാണ് വീണ്ടും അന്വേഷണം ഊർജിതമാക്കിയതും കാറ് കണ്ടെത്തിയതും. അപകടം നടന്ന് 10 മാസത്തിനു ശേഷമാണ് ഈ കാറ് കണ്ടെത്തുന്നത്. മതിലിൽ ഇടിച്ചെന്ന് കാണിച്ച് കാറുടമ ഇൻഷുറൻസിന് ശ്രമിച്ചിരുന്നു. പ്രതിയെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നതായി പോലീസ് പറഞ്ഞു. DYSP ബെന്നിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത്. അപകടം നടന്നതിൻ്റെ 40 കിലോമീറ്റർ ചുറ്റളവിലെ CCTV ദൃശ്യങ്ങൾ ഫെബ്രുവരിയിൽ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലയിലെ 500 വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തി. 50,000 കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കുകയും മാരുതി സ്വിഫ്റ്റ് കാറാണെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് 19,000 വാഹന രജിസ്ട്രേഷനുകൾ പരിശോധിക്കുകയും ചെയ്തു. വണ്ടിക്ക് കേടുപാടുകൾ സംഭവിച്ചതിനാൽ ഇൻഷുറൻസ് ക്ലെയിം തേടിയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിൽ വിവിധ ക്ലെയിമുകളും പരിശോധിച്ചു. തുടർന്ന് 2024 മാർച്ചിൽ മതിലിടിച്ചു എന്ന പേരിൽ ഒരു സ്വിഫ്റ്റ് കാർ ക്ലെയിം ചെയ്തതായി കണ്ടെത്തി. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് വാഹനം ഇതുതന്നെയാണെന്ന് കണ്ടെത്തിയത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.